ഹായ് ഹലോ എല്ലാവർക്കും ഷരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തക്കാളി, 2 ചെറിയ തക്കാളി, 1 ബൗള് പച്ചരിച്ചോറ്, പിന്നെ ഒരു പകുതി സവാള, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചിയും കുറച്ച് മതി, അത് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, നിങ്ങളുടെ പാകത്തിന് എത്രയാണ് അത്ര. ഇനി നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇഞ്ചി ഇടാം. ഇഞ്ചി നല്ല ബ്രൗൺ നിറാകുമ്പം അടുത്ത പൊടികളൊക്കെ നമുക്കിടാം. ഇത് എളുപ്പമാണ് കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴേ എനിക്ക് ഒത്തിരി രാവിലെ പോകണമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഈ തക്കാളിച്ചോറ്, ലെമൺ റൈസ് എന്ന് പറഞ്ഞൊക്കെ സാധനങ്ങൾ. എളുപ്പമാണ്, പ്രത്യേകിച്ച് ഇതൊക്കെ ഒന്ന് അരിയാനെടുക്കുന്ന ഒരു സമയമേ ഉള്ളൂ. നമുക്കതിലേക്ക് പൊടികളിടാം. മല്ലിപ്പൊടി എത്ര എടുക്കുന്നു അതിൻ്റെ പകുതി മുളക് പൊടി എടുക്കുക. കാരണം നമ്മൾ ഇഞ്ചിയുടെ ചെറിയൊരു എരിവുണ്ടാവും, പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്, അതിൻ്റെ എരിവുണ്ടാവും. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് ചേർത്തേക്കാണ്. നന്നായിട്ട് ഇളക്കുക. കരിയരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഇനി ഇതിലേക്ക് മുളകിടാം. മുളക് നല്ല എരിവുള്ള മുളകായതിൻ്റെ അരി കളഞ്ഞിട്ടാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. കാരണം കുറച്ച് ചോറല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ഇനി സവാളയും കുറച്ച് മതി, അത് പകുതിയേ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒരു വലിയ സവാളയുടെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് ഇനി അത് ഇളക്കി കൊടുക്കുക. ഞാൻ പഠിക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് ഇത് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി ഇതിൻ്റെ റെസിപ്പി ഇടണേന്ന്. അപ്പോൾ അവർക്കും കൂടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നന്നായിട്ട് അത് വേവണം, ഉള്ളി നന്നായിട്ട് വേവണം. അതിനുവേണ്ടി കുറച്ച് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിന്, ഞാനിവിടെ ഏകദേശം 1/2 സ്പൂണോളം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങളുടെ സജഷൻസ് പറയുക. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഉള്ളി നന്നായിട്ട് വേവണം. കാരണം നമ്മൾ തക്കാളി ചോറിൽ ഇതൊന്നും കടിക്കാൻ പറ്റില്ല. ജസ്റ്റ് ആ ഒരു എന്താ പറയുക, നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റിൽ അതിങ്ങനെ അലിഞ്ഞു പോകാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ഇടയ്ക്ക് കടിക്കുന്ന നമുക്ക് എന്തോ പോലെ ഒരു അസ്വസ്ഥയായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് വേവണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം മതി. ജസ്റ്റ് ആ നമ്മളിട്ടേക്കുന്ന കഷ്ണങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അതിൽ പിടിക്കുക, ആ പൊടികൾ എല്ലാം അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ വെള്ളം പോലെ ആവും, തക്കാളി ചോറ് ലൂസായിട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. ചിലവർ ഇതിന് ഗരം മസാലയൊക്കെ ഇടും കേട്ടോ. ഞാനങ്ങനെയൊന്നും ഇടാറില്ല, ജസ്റ്റ് ഈ 2 പൊടികൾ മാത്രമേ ചേർക്കാറുള്ളൂ. മഞ്ഞൾപ്പൊടി ചെറിയൊരു നിറത്തിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഉടച്ച് കൊടുക്കുക. കുക്കറിനകത്ത് ചോറ് വേവിക്കുമ്പോൾ ഒത്തുള്ളി
ഒരു എണ്ണ ഒഴിച്ചിട്ട് വെക്കണ പച്ചരിച്ചോറ് അങ്ങനെ വെന്ത് കുഴയാട് നമുക്ക് കിട്ടും. അപ്പോൾ അതും ഇതും കൂടെ ആവാനുള്ള സമയം അറിയുള്ളൂ, വളരെ കുറച്ച് സമയം വേണ്ടി വരുള്ളൂ. ചോറ് നമുക്കിതിലേക്ക് ഇടാം. അല്ല, കുറച്ച് ചോറ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള തക്കാളിയും ഉള്ളിയുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചോറിന് എല്ലാ ഭാഗത്തും പറ്റണം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിയിലത്തേക്കൊക്കെ കഴിക്കാൻ ഇതെടുക്കാം. ഒരുപാട് കൂട്ടാനൊക്കെ ഇങ്ങനെ സൈഡിൽ പൊതിഞ്ഞുകൊണ്ട് പോവുക, അല്ലെങ്കിൽ പുളിശ്ശേരി അതങ്ങനെയൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പമാണിത്. നല്ല കാരണം ചൂട് മാറിയാലും ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. ചൂടോടെ ഒന്നും കഴിക്കണം എന്നില്ല. ഇത് ഞാൻ പറഞ്ഞ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന വിഭവമാണിത്. പിന്നെ ഡെയിലി നമ്മൾ ചോറ് മാത്രം കഴിച്ച് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇത് ട്രൈ ചെയ്യാം. ഇടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാം. പിന്നെ കഷ്ണങ്ങളില്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിന്. നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിയിൽ ഇളക്കി കൊടുക്കുക. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കാം. മല്ലിയില ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മല്ലിയില ഇടാം. ഇവിടെ അധികം ആർക്കും അങ്ങനെ മല്ലിയില ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. നമുക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ഇടാം. ഇതിന് തൈര് ചേർത്ത സലാഡ് ഉണ്ടെങ്കിൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. വേണമെന്നില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. നമ്മുടെ തക്കാളി ചോറ് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളി സാദം, ടൊമാറ്റോ റൈസ്, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന കക്ഷിയാണിത്. അതിന് ചെറുതായിട്ട് ഇച്ചിരി ചൂടും കൂടെ കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡി. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. Till then, bye bye.